ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കറിയായിട്ടാണ്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കറി. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കറി ഉണ്ടാക്കിയ ആ ഒരു കുക്കറിലേക്ക് തന്നെ, അതായത് ബീഫ് കറി ഉണ്ടാക്കിയ കുക്കറിലേക്ക് തന്നെ കുറച്ച് കടച്ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കഴുകി അരിഞ്ഞാട്ട് ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ കടച്ചക്ക ഇങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ കടച്ചക്ക ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പിന്നീട് നമ്മൾ അത് അടച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വച്ചേക്കണം. വിസിലടിച്ച് വേവിക്കാൻ വേണ്ടിയാണ് വച്ചേക്കണേ. അപ്പോൾ ഒത്തിരി മൂക്കാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് പുറമെ വെച്ചാൽ മതി. ഇനി മൂത്തതാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനായിരിക്കും ബെറ്റർ. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിലാണ് നമ്മൾ അടുപ്പിക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമ്മൾ നോക്കുക വേവായോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങയാണ്. തേങ്ങ ചിരണ്ടിയതാട്ടോ. അപ്പോൾ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാനുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറിയിൽ, അതായത് നമ്മുടെ ഈ കടച്ചക്ക കറി വയ്ക്കുന്നതിൽ നമ്മൾ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പാവയ്ക്ക തീയൽ വയ്ക്കുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. പക്ഷേ അതിൽ പാവയ്ക്ക തീയലിൽ നമ്മൾ പുളി ചേർക്കും. ഇത് ഈ പുളി ചേർക്കില്ല എന്നൊരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞുള്ളൂ. ഇതുപോലെ വറുത്ത് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ എനിക്ക് കടച്ചക്ക ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുമാതിരി എത്ര പേർക്ക് കടച്ചക്ക ഇഷ്ടമുള്ളതാണെന്നുള്ളത് താഴെ പറയുകയാണെങ്കിൽ നമുക്കറിയാമായിരുന്നു. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലൊരു റെസിപ്പി ആട്ടോ. കടച്ചക്ക ഭയങ്കര ടേസ്റ്റാണ് കടച്ചക്ക കറി. അപ്പോൾ വറുത്തരച്ച് വെച്ചാലാണ് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വറുത്തരച്ച് തന്നെ കറി വയ്ക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. തേങ്ങ നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ നേരത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു കറിയിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാൻ തന്നെ വേണ്ടി ശ്രമിക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളത് തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതും ചേർത്ത് കൊടുത്തു. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഞെക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ഞെക്കുള്ളുണ്ട്. അപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ ചിരണ്ടിയ പാത്രത്തിലേക്കാണ് വെച്ച് കാണിച്ചത്. അപ്പോൾ ഇതുമാതിരി വേവിച്ചെടുക്കുക. ഇത്ര വെന്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 3 വിസിലെന്ന് പറഞ്ഞിട്ട് 3 വിസിലടിച്ചതിൻ്റെയാണ് ഇത്രയും വെന്ത് കിട്ടിയത്. ഓൾറെഡി തേങ്ങ ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നല്ല തിക്നെസ് ആയതുകൊണ്ട് ഇച്ചിരി വെള്ളത്തോടെ ചേർത്താട്ടോ ഊറ്റി കൊടുത്തത്. അപ്പോൾ കറി നമ്മൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് കഴിയാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കൊഴുപ്പ് ആയി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാകത്തിന് വെള്ളം ഊറ്റി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.